അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഛത്രി നാരായണ. സജ്ജനങ്ങളെ, നമ്മുടെ താടകൽ അമ്മയുടെ പൊങ്കാല മഹോത്സവമാണ് ഇന്ന്. നമ്മുടെ പ്രസ്തുത പൊങ്കാല മഹോത്സവത്തിന് ഭദ്രദീപം തെളിയിച്ച് നമ്മളോട് രണ്ട് വാക്ക് ശ്രീമതി ഷീന ബൈജു അവർ, നമ്മുടെ സെക്രട്ടറി, പ്രസിഡന്റ്, മറ്റ് കമ്മിറ്റികൾ എല്ലാവരും ഇവിടെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായി സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ ശ്രീമതി ഷീന ബൈജു അവരുടെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന സ്വാമിജിക്കും എല്ലാവർക്കും താഴെ അമ്മയുടെ അനുഗ്രഹം ആശീർവാദം പ്രാർത്ഥിക്കുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഛത്രി നാരായണ. താളങ്കൽ ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ എല്ലാ ഭക്തജനങ്ങളും എന്റെ വക എല്ലാ തിരുവനന്തപുരം ആശംസകളും നേരുന്നു. പ്രഭാഷണം നടത്താനായിട്ട് നമ്മൾ സുഭാൻദാസ സ്വാമിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ജഗദീശ്വര തൃപ്പാദങ്ങൾ ഭക്തിയാദരപൂർവ്വം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ പ്രദേശത്തിന് സർവ ഐശ്വര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ഒടുവ ദേവീ ചൈതന്യത്തെ ഉടനിക്കൊണ്ട് ഈ ക്ഷേത്ര സന്നിധിയിൽ ഇതിന്റെ ആചാര അനുഷ്ഠാന വിധികളിൽ നിലകൊള്ളുന്ന എല്ലാ വ്യക്തികളെയും ക്ഷേത്ര ഭാരവാഹികളെ, പ്രദേശവാസികളായ സജ്ജനങ്ങളെ നമസ്കാരം അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങുകളിലേക്ക് എത്തിപ്പെട്ട ഈശ്വരവിശ്വാസികളായ ഭക്തസന്തതികളെ, എല്ലാ ആത്മമിത്രങ്ങളെയും ഭഗവത് നാമത്തിൽ നമസ്കാരം അറിയിച്ചുകൊണ്ട് ഈ മഹനീയമായ കർമ്മം ഈ സന്നിധാനത്തിൽ നടത്തപ്പെടുമ്പോൾ ഇപ്രകാരം ഒരു പ്രഭാഷണം നടത്തുക എങ്ങനെയാണ് അനുഭവിച്ചറിയേണ്ടത്? ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് നമ്മെ വിട്ട് അന്യമാണ്. ഈശ്വരനെ കുറിച്ച് പറയുന്നത് തൂണിലും തുരുമ്പിലും നാലിലും ഞരമ്പിലും സർവവ്യാപിയാം ദൈവം വാഴുന്നു സർവത്തിലും. ഈശ്വരനില്ലാത്തൊരിടവുമില്ല ഭൂമിയിൽ, ഇടവും വലവും മുൻപിലും പിന്നിലും
നാം അറിയേണ്ട അപ്രകാരമാണ്. ഈ കാണുന്ന സർവ പ്രപഞ്ച പ്രകൃതികളിലും കുടികൊള്ളുന്ന മഹനീയ ചൈതന്യം, ആ മഹനീയ ചൈതന്യത്തെയാണ് മനുഷ്യൻ ഈശ്വരനായി ആരാധിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കൃത്യമായ അറിവിൽ നിന്നുകൊണ്ടാണോ ഈശ്വരനെ ആരാധിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ ഓരോരുത്തരും ഓരോ കാലങ്ങളിൽ അവരവർക്ക് ലഭിച്ചതായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈശ്വര ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുരാണങ്ങൾ പരിശോധിക്കുമ്പോൾ ധർമ്മം നശിച്ച ധർമ്മം വർദ്ധിക്കുന്ന കാലയളവുകളിലൊക്കെയും ധർമ്മത്തിന്റെ ലോകത്തിൽ പുനഃസ്ഥാപിക്കുവാൻ കാലദേശാവസ്ഥയ്ക്ക് അനുരൂപമായി ഭഗവാൻ ഭൂമിയിൽ അവതാരമായി വരുന്നു എന്നാണ് പുരാണങ്ങൾ അനുശാസിക്കുന്നത്. ഈ ഭൂമിയിൽ 9 അവതാരങ്ങൾ വന്നു എന്നും ഓരോ കാലങ്ങളിലും ഈ ലോകത്തിലേക്ക് വന്ന അവതാരങ്ങളൊക്കെയും അതാത് കാലങ്ങളിലും ഭഗവാൻ ഓരോ മനുഷ്യനും അവരുടെ ഉള്ളിൽ ആത്മാവായി ദർശിക്കുന്നതിനുള്ള മഹനീയമായ ഭാഗ്യമാണ് ഈ കലിയുഗത്തിൽ ജഗദീശ്വരൻ ആത്മലോകത്തിൽ പ്രദാനം ചെയ്തിട്ടുള്ളത്. മനുഷ്യൻ അവനെ അറിയുകയാണ് യഥാർത്ഥ ആത്മബോധം എന്ന് പറയുന്നത്. ഓരോ വിഭാഗങ്ങളിലായി ഞാൻ അവനവരിൽ അല്ലെങ്കിൽ അവനവന്റെ ഭവനത്തിൽ സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകുക, സർവ ഐശ്വര്യങ്ങളുടെയും ഉടമസ്ഥയാണ് ഈ ഭൂമിയിലേക്ക് പല പ്രകാരത്തിൽ പ്രധാനമായ ഈ ലോകത്തിൽ ഈ ആചാരാനുഷ്ഠാനങ്ങളെയും ബുദ്ധികളൊക്കെയും സ്ഥാപിച്ചു ഈ ബന്ധത്തിൽ കുറേയേറെ മനുഷ്യൻ എന്ന നാമത്തിൽ കഴിയുന്ന നാം ഓരോരുത്തരും പരിശോധിച്ചാൽ എത്ര ആളുകൾക്ക് മനുഷ്യനായി ജീവിക്കുവാൻ സാധിക്കുന്നുണ്ട്? എത്ര പേർക്ക് ഈ മനുഷ്യത്വം ഉണ്ടായിട്ടുണ്ട്? എത്ര പേർക്ക് ഈ ലോകത്തിൽ കൃത്യമായി ഈശ്വരനെ അറിഞ്ഞ് ആരാധിക്കുവാൻ സാധിക്കുന്നുണ്ട്? അവിടെയാണ് നിങ്ങൾ ഈശ്വരനെ അന്വേഷിക്കേണ്ടത്. ഈശ്വരൻ നിങ്ങൾ തേടുന്നത് മറ്റു വസ്തുക്കളിലൊന്നുമല്ല. ഈശ്വരൻ നിന്നെ വിട്ട് അന്യമല്ല. ഭഗവാൻ കലിയുഗത്തിൽ ശുഭാനന്ദ തിരുനാമത്തിൽ തിരുവതാരം ചെയ്ത് ആത്മലോകത്തോട് അറിയിച്ചു, സ്വർഗം തന്നിൽ തന്നെ, ദൈവം തന്നിൽ തന്നെ, തന്നിൽ കാണാത്തൊരു ദൈവം എവിടെ? ഈ കലിയുഗത്തിന്റെ മോക്ഷത്തിന്റെ വ്യവസ്ഥയെ ആത്മലോകത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ശുഭാനന്ദ തിരുനാമത്തിൽ തിരുവതാരം ചെയ്ത് ആത്മാക്കളിലേക്ക് പ്രദാനം ചെയ്ത ശ്രേഷ്ഠമായ ഒരു അറിവാണിത്. ദൈവം ആചാര അനുഷ്ഠാന വഴികളെയാണ് കലിയുഗത്തിൽ ലോകത്തിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ വഴികളിലൂടെ സഞ്ചരിക്കുന്നതിന്റെ ആത്മാവിൽ അവന്റെ ഉള്ളിൽ കുടികൊള്ളും ക്ഷേത്രം ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ഈ ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ഓരോരുത്തർക്കും അവര് പോലും അറിയാതെ അവരുടെ ഉള്ളിലേക്ക് ഒരു ഈശ്വര ചൈതന്യത്തെ, ആ ഈശ്വര കാരുണ്യത്തെ ഇവിടെ നടക്കുന്നതായ ആചാരാനുഷ്ഠാന വിധികളിൽ കൂടി, ആചാരാനുഷ്ഠാന കർമ്മങ്ങളിൽ കൂടി ഈ പ്രദേശത്തിനാകമാനം ഈ ചൈതന്യത്തിൽ കൂടി ഒരു ശാന്തി ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിനെ വിശ്വാസികളിലേക്ക് മാത്രമല്ല, ഈ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഓരോരുത്തരിലേക്കും അല്ലെങ്കിൽ ഇതിനെ ചുറ്റിപ്പറ്റി താമസിക്കുന്ന ഓരോരുത്തരിലേക്കും അവര് പോലും അറിയാതെ ഒരീശ്വര ചൈതന്യത്തെ നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിലേക്ക്, നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് പ്രധാനം ചൈതന്യം പകരുന്ന ഒന്നാണ് ഈ സന്നിധാനം എന്ന അറിവിൽ നിന്നുകൊണ്ട് അതിനെ ആരാധിക്കുന്നതായിരിക്കുന്ന വിശ്വാസികൾ ഒത്തൊരുമിച്ചൊത്തുചേർന്ന് നിന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി ഒരേ ചിന്തയോടുകൂടി ആ ചൈതന്യത്തെ വണങ്ങി ആരാധിച്ചാൽ ഉണ്ടാകുന്നതാണ്. ഈ ലോകത്തിലേക്ക് നീ വന്നത് ഇവിടെ നിന്നാണ് നീ അറിയുന്നുണ്ടോ? ഇനി ഈ ലോകത്തിൽ, ഈ മനുഷ്യശരീരത്തിൽ, ഈ മനുഷ്യ ശരീരത്തിൽ നിനക്ക് എത്ര കാലം ഈ ലോകത്തിൽ ജീവിക്കുവാൻ സാധിക്കും എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ലോകത്തിൽ നിന്നെ വിളിച്ചാൽ, കലിയുഗത്തിൽ അവതാരം ചെയ്ത് ശുഭാനന്ദ ഗുരുദേവൻ ലോകത്തോട് ചോദിച്ചത്
താൻ വിളിക്കുകയും എന്ത് ചെയ്യാൻ കഴിയും വന്നുകൊള്ളാൻ ഒരിക്കൽ എന്നുറപ്പാനാവതുണ്ടോ സഹജ? അതായത് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന നിന്നെ ഇന്ന് ദൈവം നിശ്ചയിച്ച സമയം പൂർത്തിയാക്കി മടക്കി വിളിച്ചാൽ നീ ലോകത്തിൽ നിന്നും തിരികെ പോയേ മതിയാകൂ. അവിടെ നിനക്ക് ഈ കാണുന്ന ബന്ധങ്ങളൊന്നും നിന്നോടൊപ്പം നിലനിൽക്കുകയില്ല. കൂടെ നിന്നോടൊപ്പം നിൽക്കുന്ന ഭാര്യയോ അല്ലെങ്കിൽ നിന്റെ ബന്ധുമിത്രാദികളോ നിന്റെ സഹോദരങ്ങളോ അല്ലെങ്കിൽ അയൽവാസികളോ ഒന്നും നിന്നോട് കൂടെ വരുന്നില്ല. ഏകനായി വന്നു പോയി, ഏകനായി പോയിടുന്നു. ഈ ഭൂമിയിലേക്ക് നീ വന്നത് ഏകനായിട്ടാണ്. ഈ ഭൂമിയിൽ നിന്നും നീ ഏകനായി മടങ്ങേണ്ടവരാണ്. അപ്രകാരം ഈ ലോകത്തിലേക്ക് ഏകനായി വന്ന് ഈ ലോക ജീവിത കർമ്മ വഴികളിൽ ലഭിച്ച ബന്ധങ്ങളിൽ കെട്ടുപിണഞ്ഞ് ഈ ലോകത്തിൽ കാണുന്ന ഭൗതിക സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പാഞ്ഞ് മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ഗുരുജനങ്ങളെയും അല്ലെങ്കിൽ ഈശ്വര ചൈതന്യത്തെയും വണങ്ങുവാനോ അറിയുവാനോ സാധിക്കാത്ത മാനസികാവസ്ഥയിൽ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യരാണ് ഈ ലോകത്തിൽ ജാതിയും മതവും വർണ്ണവും വർഗവും ഈ പ്രകാരം രാഷ്ട്രീയ ഭേദബുദ്ധികൾ അങ്ങനെ എല്ലാത്തിലും ഭേദബുദ്ധികൾ സൃഷ്ടിച്ചത് ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന. ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ആ മഹാചൈതന്യത്തിന് യാതൊരു ഭേദബുദ്ധിയുമില്ല. ഈശ്വരന്റെ ഭാഗത്തിൽ അവർ ക്രിസ്തുവല്ല, അവർ ക്രിസ്ത്യാനിയല്ല, അല്ലെങ്കിൽ ഒരു മുസ്ലിമല്ല, അല്ലെങ്കിൽ ഒരു ഹിന്ദുവല്ല. ഈശ്വരൻ പറയുന്നത് ഈ കാണുന്ന സർവപ്രപഞ്ച പ്രകൃതികളെയും സൃഷ്ടിച്ച സൃഷ്ടാവ് അവരാദ്യമേ അവർ ഏകനല്ലാതൊന്നുണ്ടായിരുന്നില്ല. നിങ്ങളുടെ പ്രകാരം പറയും ഓങ്കാരമായതിൽ മൂന്നായി പിരിഞ്ഞുടനെ അഹങ്കാരമായതിൽ താൻ തന്നെ സാക്ഷി. ആ ഓങ്കാരമായ പൊരുവല്ലാതെ മറ്റൊന്നില്ലായിരുന്നു എന്നൊരു പരമായ സത്യമാണ്. ആ ഒന്നായ പൊരുവിലാണ് ഈ കാണുന്ന സർവപ്രദം. ആ ഒന്നാണ് ആ അറിവിലേക്ക് മനുഷ്യനെ എത്തിക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായ ആത്മബോധം. ആത്മാവിൽ ആ ബോധമുണ്ടാകും. ഈ പ്രകൃതി ജീവിക്കുന്നതാണെങ്കിൽ ഈ പ്രകൃതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം ഈശ്വരന്റെ ജീവനാകുന്നില്ല. യഥാർത്ഥമായ അറിവിലേക്ക് മനുഷ്യൻ ഉയർന്ന് അവർ ഈ ലോകത്തേക്ക് അമുഖീകരിക്കുമ്പോൾ മാത്രമാണ് അവർ യഥാർത്ഥമായ ഈശ്വര വിശ്വാസിയാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കുന്നത് നമ്മൾ ഭൗതികമായ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ആണ് നമ്മൾ ഈശ്വര ആരാധനയും ഈശ്വര കർമ്മങ്ങളും ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ കാണുന്ന സർവപ്രപഞ്ച എല്ലാം ഒന്നായി കാണുക, എല്ലാം ഒന്നായി അറിയുക, എല്ലാത്തിനെയും ഒന്നായി ദർശിക്കുക, അതിനുള്ള ശ്രദ്ധയാണ് ഈ പ്രകാരം ഒരു പ്രകാരം ചെയ്തിരിക്കുന്നത്. ഈ സംഘത്തോളം ഇത് വളരെക്കാലമായി ഈ പ്രദേശത്തിന് ആകമാനം ശാന്തി പകർന്നുകൊണ്ട് ഇരിക്കുക ഒരു ചൈതന്യത്തിന്റെ ഉടമകൾ കൂടിയായി ഈ പരിഹാരം. ഈ പരിഹാരത്തിന് പല പ്രകാരത്തിൽ ഇതിന്റെ ഭൂമിയുടെയും അല്ലെങ്കിൽ ഇതിന്റെ പല പ്രകാരത്തിലുള്ള ഭൂമാതെ ഈ പ്രദേശവാസികളായ എല്ലാ സജ്ജനങ്ങളും ഒഴിവിനോടുകൂടി ഈ സന്നിധാനത്തിലേക്ക് കടന്നുവന്നത് ഈ സന്നിധാനത്തിൽ ഈ കർമ്മങ്ങൾക്ക് പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെതായ മതിയായ അവസ്ഥയിൽ ആത്മാവിന്റെ ചൈതന്യത്തെ നിങ്ങൾക്ക് അപൂർവമായി പ്രകാശിപ്പിക്കാൻ സാധിക്കണം. ആത്മാവിലേക്ക് ഈ വിശ്വത്തെ പ്രകാശിപ്പിക്കുന്നതാണ് ലക്ഷ്യമാണ് ഈ കാണുന്ന എല്ലാ ആചാര അനുഷ്ഠാന വഴികൾ. ഈ നാട്ടിൽ ഭക്തപ്രവാദികൾ ഈ ക്ഷേത്രസന്നിധിയോട് ചെയ്യുന്നത് ആർത്തിച്ച് സംഘടിപ്പിച്ചുകൊണ്ടുള്ള ബന്ധപ്പെട്ട് ഈ കർമ്മങ്ങളിൽ നിലകൊള്ളുക. എല്ലാ ഇഷ്ടതയും ഈ പ്രദേശവാസികളായ എല്ലാ സജ്ജനങ്ങളിലേക്കും ആ ഈശ്വര ചൈതന്യത്തെയും
അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും സർവ്വശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ മഹാകാരുണ്യത്തിൽ കൂടി ഇപ്രകാരം ഈ ക്ഷേത്രത്തിലേക്ക് ഞാൻ കടന്നുവരുന്നത് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് കടന്നുവന്നത് ഈ പ്രദേശത്ത് ഏകനാ പ്രവർത്തിക്കുന്ന ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ ഭാരവാഹികളും അതിർത്തി ആചാര്യശ്രേഷ്ഠനായ പ്രജ്ഞാനന്ദ സ്വാമികൾ അറിയിച്ചത് പ്രകാരം ഇന്ന് തെളിവുകളുടെ ലോകത്തിന്റെ വ്യവസ്ഥയെ പ്രദാനം ചെയ്തുകൊണ്ട് ശ്രീ ശുഭാനന്ദാശ്രമം ചെറുകോയിൽ പ്രവർത്തിക്കുന്ന ശ്രീ ശുഭാനന്ദാശ്രമത്തിലെയും ബ്രഹ്മശ്രീ ദേവാനന്ദജി ഗുരുദേവ തിരുവനന്തപുരത്തെ തിരികെത്തുവാനാണ് ഓരോ മനുഷ്യരെയും ഈശ്വര ചൈതന്യത്തെ സാക്ഷാത്കരിക്കുന്നതിനുള്ള അറിവിനെ പ്രദാനം ചെയ്തുകൊണ്ടാണ് ശുഭാനന്ദജിയെ ആത്മബോധോദയ സംഘത്തെ സ്ഥാപിച്ചിരിക്കുന്നത്. ആ ആത്മബോധോദയ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് കടന്നു വരാനും ഈ പ്രകാരം ഈശ്വര കാരുണ്യത്തെക്കുറിച്ചുള്ള നിങ്ങളോട് അറിയിക്കുവാനുമൊക്കെ അനുവാദം തന്ന ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾക്ക് ആത്മബോധോദയ സംഘത്തിന്റെ പേരിലുള്ള എല്ലാ നന്ദിയും കടപ്പാടുകളും അറിയിക്കുകയാണ്. സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ മഹാകാരുണ്യം ഈ കർമ്മങ്ങളെല്ലാം നിലകൊള്ളുമാറാകട്ടെ. അങ്ങനെ നടത്തിയിട്ടാണ് അല്ല നന്നായി സൗണ്ട് അമ്മ ഉറങ്ങുന്നില്ല. ഇന്നലെ പ്രസാദനത്തിൽ ഒരുപാടായി നടത്തുന്നത് അനന്തൂരാടി ചന്ദ്രഗിരി കാലുകൾ ഒന്നും മനസ്സിലായില്ലെന്ന്. ആറ് മുപ്പതിന് ദീപാരാധന, 7:30 അത്താഴ പൂജ, 8 ശ്രീ ഭൂതബലി, 8:15 പ്രസാദമുട്ട്. വൈകിട്ട് പ്രസാദമുട്ട് വഴിപാടായി നടത്തുന്നത് അനുജാജി KR കൊച്ചുപറമ്പിൽ ഒഴിക്കത്തോട്, കാവ്യ നന്ദൻ